അങ്ങനെ നമ്മുടെ സ്വന്തം മമ്മൂക്കയുടെ കളങ്കാവൽ എന്ന സിനിമ ഞാൻ ഇന്ന് കണ്ടിരുന്നു. ആദ്യത്തെ ഷോ തന്നെ. ഈ ഒരു സിനിമയെക്കുറിച്ച് ധാരാളം ചർച്ചകൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു സിനിമ അനൗൺസ് ചെയ്തിട്ട് ഇതിൻ്റെ ചിത്രീകരണം നടക്കുമ്പോഴടക്കം എന്തായിരിക്കും ഈ ഒരു തീമെന്ന് ഏകദേശം എല്ലാവർക്കും ഒരു ധാരണയുണ്ടായിരുന്നു. ആ ഒരു തീമിൽ തന്നെയാണ് പോകുന്നത്. അതായത് കൂടുതൽ ഞാൻ പറഞ്ഞ് ചിലപ്പം അത് എന്തെങ്കിലുമൊക്കെ സ്പോയിലറൊക്കെ കാര്യങ്ങളൊക്കെ എൻ്റെ വായിന്ന് വീണു. അപ്പം പീക്ക് വില്ലനിസം എന്നുള്ളൊരു ടേമൊക്കെയാണ് പലരും ഈ ഒരു സിനിമയെ പറ്റിയിട്ട് അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് അദ്ദേഹം ചെയ്ത റോളിനെയൊക്കെ വിശേഷിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അതുപോലുള്ള സമാനമായിട്ടുള്ള രീതിയിലുള്ള കഥാപാത്രങ്ങൾ അദ്ദേഹം ധാരാളം ചെയ്തിട്ടുണ്ട്. വ്യത്യസ്ത രീതിയിലുള്ള ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ നിൽക്കുന്നത്, അതിൽ തന്നെ വേറെ ഒരു വ്യത്യസ്ത രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു കുറെ കൂടെ മികച്ചതായിട്ട് നിൽക്കുന്ന ഒരു നെഗറ്റീവ് ഷെയ്ഡിലുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ഈ ഒരു സിനിമയിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന കഥാപാത്രം. കൂടാതെ തന്നെ സിനിമയുടെ തിരക്കഥ തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഒരു നല്ലൊരു മികച്ചതായിട്ട്, അതായത് നല്ലൊരു എഴുത്തുണ്ട്. കാരണം നമുക്ക് അധികം ലൂപ്പ് ഹോൾസോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ എന്നാൽ പ്രേക്ഷകർക്ക് അത് ചില കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് തുടക്കത്തിൽ കൺഫ്യൂഷൻ ഉണ്ടായേക്കാം. പക്ഷേ അത് നല്ല വ്യക്തമായിട്ട് തന്നെ അവർ കൊണ്ടുപോയിട്ടുണ്ട്. സിനിമയുടെ ആദ്യ പകുതി പെട്ടെന്ന് അങ്ങ് പോവുകയാണ്. 1 മണിക്കൂറിന് താഴെ ഉള്ളൂ സിനിമയുടെ ആദ്യ പകുതി. അപ്പം കുറച്ച് കാര്യങ്ങൾക്ക് അവിടെ നമുക്കൊരു ഒരു ആശയക്കുഴപ്പം പോലെ എങ്ങനെ തോന്നുമെങ്കിലും ഇൻ്റർവെല്ലിൽ എത്തുമ്പോഴത്തേക്കും സംഭവം ക്ലിയറാണ്. ഒരു പീക്ക് സംഭവത്തോടെ തന്നെയാണ് ഇൻ്റർവെൽ കൊണ്ട് നിൽക്കുന്നത്. അതിനുശേഷം സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴത്തേക്കും ആ ഒരു ഫ്ലോ കളയാതെ തന്നെ ത്രൂ ഔട്ട് ഈ ഒരു സിനിമ കൊണ്ടുപോയിട്ടുണ്ട്. പാട്ടുകളൊന്നുമില്ല സിനിമയിൽ. കുറേ കഥാപാത്രങ്ങൾ വരുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് വരുന്നത് മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രത്തിനും വിനായകനും തന്നെയാണ്. അപ്പം ഈ ഒരു നമ്മൾ ഇതെങ്ങനെ അടുത്ത് എങ്ങനെ ഈ ഒരു സിനിമയുടെ കഥ പോകും, ഈ ഒരു ഇതിലേക്ക് മാറുമോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരിക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള ഒരു അൺപ്രഡിക്റ്റബിളോ കാര്യങ്ങളോ എന്നൊന്നും ആ ഒരു സംഭവങ്ങളില്ലെങ്കിൽ തന്നെ എന്നാൽ നല്ല രീതിയിൽ തന്നെ ഒരു എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ പല സിനിമകളിലും അദ്ദേഹം പല സംസാര ശൈലികളും അദ്ദേഹം കൊണ്ടുവരാറുണ്ട്. അതായത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള. അപ്പം അദ്ദേഹം രാജമാണിക്യത്തിൽ ഇദ്ദേഹം ഒരു തിരുവനന്തപുരം ശൈലിയിൽ സംസാരിക്കുന്നെങ്കിലും അത് കുറേ കൂടി എക്സാജറേറ്റഡ് ആയിരുന്നു. പക്ഷേ ഈ ഒരു സിനിമയിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മൾ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കന്യാകുമാരിയിലെ ചില ഭാഗങ്ങളിലൊക്കെ സംസാരിക്കുന്ന ആ ഒരു ശൈലിയൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം ചിലതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര തമാശയായിട്ട്, കാരണം ഇദ്ദേഹത്തിനെ പോലെ ഒരു കഥാപാത്രം പെട്ടെന്ന് വന്നിരുന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും അത് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ കൂടാതെ തന്നെ കുറേ ഭാഗങ്ങൾ നമുക്കറിയാം ഈ ഒരു സിനിമയുടെ ചിത്രീകരണം കുറേ നടന്നിരിക്കുന്നത് കന്യാകുമാരി ജില്ലയിലാണ്. എടുത്ത് പറയേണ്ടത് വെച്ചാൽ ഇതിനകത്ത് നാഗർകോവിൽ ബസ് സ്റ്റാൻഡ്, മുട്ടം ബീച്ച്, ലൈറ്റ് ഹൗസ്, ഈ കാര്യങ്ങളെല്ലാം ഈ ഒരു ഇതുണ്ട്. അപ്പോൾ എന്നെ പോലെ ഇപ്പം ഈ ഒരു കന്യാകുമാരി ജില്ലയിലൂടെയൊക്കെ കുറേയൊക്കെ യാത്ര ചെയ്തൊരു വ്യക്തി എന്ന നിലയിൽ ഭയങ്കര ഒരു എന്താ പറയുക, അത് നമ്മൾ നേരിട്ട് പോയ സ്ഥലങ്ങളെല്ലാം ഒരു സിനിമയിൽ കാണുമ്പോഴത്തേക്ക് വളരെ ഭയങ്കരമായിട്ട് കണക്റ്റിംഗ് ആയിട്ട് തോന്നി. ഓവറോൾ എന്നെ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ സിനിമ 100% തൃപ്തിപ്പെടുത്തി. ഒരു എന്താ പറയുക, ഒരു വ്യത്യസ്ത ഷെയ്ഡിലുള്ള ഒരു കഥകളുമായിട്ട് അദ്ദേഹം വീണ്ടും എത്തട്ടെ, വീണ്ടും ഞങ്ങളെ ഞെട്ടിക്കട്ടെ. തീർച്ചയായിട്ടും ഒരു മലയാള സിനിമയിൽ നമ്മളിപ്പം പറയുന്നല്ലോ, ഇപ്പോൾ അന്യ സംസ്ഥാനത്തുള്ളവർ പറയും മലയാള സിനിമകളിലൊക്കെ വീണ്ടും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. നമുക്ക് അഭിമാനത്തോടെ തന്നെ മറ്റുള്ളവർക്ക് ഈ ഒരു സിനിമ നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. എന്താ പറയുക, ഇമേജ് കോൺഷ്യസ് ഒന്നും ഇല്ലാതെ ഇങ്ങനത്തെ ഒരു കഥാപാത്രം ചെയ്യാൻ തുനിഞ്ഞാൽ മമ്മൂട്ടിക്ക് തന്നെ ഒരു പ്രത്യേക ഒരു അപ്ലോസ് കൊടുക്കണം. അതും കൂടാതെ തന്നെ വിനായകൻ, നമ്മൾ ചില സമയത്തൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു കഥാപാത്രം എങ്ങനെയൊക്കെ പോകും, പക്ഷെ ഒരു പെട്ടെന്നൊക്കെയാണ് ആ ഒരു കഥാപാത്രത്തിന് ഗ്രാഫ് കയറി അങ്ങ് പോകുന്നത്. അപ്പം എല്ലാം കൊണ്ടും നല്ലൊരു സിനിമ അനുഭവം തന്നെയായിരുന്നു എനിക്ക് കളങ്കാവൽ എന്ന സിനിമ സമ്മാനിച്ചത്.